നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെയൊക്കെ അടുക്കളയിൽ മിക്കവാറും കാണാറുള്ള മത്തങ്ങയുടെ ചില അത്ഭുത ഗുണങ്ങളെ പറ്റിയാണ്. മത്തങ്ങ വളരെ ആരോഗ്യ ഗുണമുള്ളതാണ്. അത് കറി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് വളരെ അത്ഭുത ഗുണങ്ങൾ തന്നെയുണ്ട്. മത്തങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളും അതുപോലെ ഔഷധ ഗുണങ്ങളും അറിയേണ്ടത് തന്നെയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മത്തങ്ങ കൊണ്ടുള്ള വലിയ ചില പ്രയോജനങ്ങൾ തന്നെയാണ്. ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഒരു ഔഷധം തന്നെയാണ് മത്തങ്ങ. മത്തങ്ങ ഉപയോഗിച്ച് മുഖത്തെ പാടുകൾ മാറ്റാനും മുഖക്കുരു കുറയാനും അതുപോലെ സൂര്യാഘാതവും കരിവാളിപ്പും ഒക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും അതുപോലെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ഔഷധമായിട്ട് മത്തങ്ങയെ ഉപയോഗിക്കാം. ഇനി ശരീരത്തിലെ നീര് കുറയാനും അമിതവണ്ണം കുറയാനും ഇത് നല്ലതാണ്. അമിതവണ്ണം കുറയാൻ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ബി.പി, ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും മത്തങ്ങ ഉപയോഗിക്കാം. പച്ചക്കറികളിൽ വലിപ്പം കൊണ്ട് മാത്രമല്ല ഗുണം കൊണ്ടും രാജാവ് തന്നെയാണ് മത്തങ്ങ. കാരണം ഈ മത്തങ്ങയിൽ അത്രത്തോളം ആരോഗ്യ ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വൈറ്റമിനുകൾ, ധാതുക്കൾ, ആൽഫ കരോട്ടിൻ, ബീറ്റ കരോട്ടിൻ അതൊക്കെ ചർമ്മത്തിൻ്റെ ഒരു സംരക്ഷണം തന്നെയാണ്. നാരുകൾ, വൈറ്റമിൻസ് ധാരാളമുണ്ട്. വൈറ്റമിൻ എ, സി, ഇ, കെ അതുപോലെ പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയുടെ എല്ലാം കലവറയാണിത്. വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ഫലപ്രദമാണ്. അതായത് ഇതിൽ ഫൈബർ ധാരാളമുണ്ട്. 100 ഗ്രാമിൽ 26 കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. വിശപ്പിനെ പെട്ടെന്ന് ശമിപ്പിക്കും. അതുപോലെ ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണിത്. അതുപോലെ ഇതിൻ്റെ കുരു, മത്തങ്ങയുടെ സീഡ് നമ്മളിപ്പോഴും വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. അപ്പം നമ്മുടെ നാടൻ മത്തങ്ങ അല്ല ഈ സീഡ്, ഒരു പച്ച നിറത്തിൽ കാണുന്നത്. അത് മറ്റൊരു തരം മത്തങ്ങയാണ്. അതിൽ സീഡ്സ് കുറച്ച് കൂടുതലായിരിക്കും. ഇത് നമ്മുടെ നാട്ടിൽ വളർത്തുന്ന മത്തയിൽ നിന്ന് പിടിച്ച നാടൻ മത്തങ്ങയാണ്. ഇതിൻ്റെ സീഡ്സും വളരെ നല്ലതാണ്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി ഒന്ന് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ തൊലി ഇളകി കിട്ടും പെട്ടെന്ന്. അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു മത്തങ്ങയിൽ നിന്ന് തന്നെ ഇത്രത്തോളം നമുക്ക് മത്തങ്ങ കുരു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ ആ ദശയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ മത്തങ്ങ കുരു നമ്മൾ വാങ്ങുന്നത് നല്ല വില കൊടുത്ത് തന്നെയാണ്. മത്തങ്ങ കുരുവിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. ആരോഗ്യമുള്ള മുടിക്കും അതുപോലെ ആന്തരികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനും നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഒരു സംരക്ഷണം ഇതിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അത് മുടി കൊഴിച്ചിൽ മാറ്റുന്നതിനും ചർമ്മത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ പോഷകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഇരുമ്പിൻ്റെ കുറവ്, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, സിങ്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലായിരിക്കും. അപ്പം ഇതിൽ ധാരാളം ഇരുമ്പുണ്ട്. അത് മുടി വളർച്ച കൂട്ടുന്നതിനും ശരീരത്തിലെ രക്തചംക്രമണം കൂട്ടുന്നതിനും ഹീമോഗ്ലോബിൻ വർദ്ധിക്കുന്നതിനും ഒക്കെ നല്ലതാണ്. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് തലയൊട്ടിയുടെ ആരോഗ്യത്തിന് അതുപോലെ വീക്കം കുറയ്ക്കാനും നല്ലതാണ്. മത്തങ്ങയിലെ ഗുണങ്ങളെ പോലെ തന്നെയാണ് ഇതിലും ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ എ, കെ, ബി കോംപ്ലക്സ് ധാരാളം ഉണ്ട്. കോശങ്ങളുടെ വളർച്ചയ്ക്കും രക്തഓട്ടത്തിനും ഒക്കെ നല്ലതാണ്. ഈ മത്തൻ്റെ കുരു നമ്മുടെ മുടി വളർച്ചയ്ക്കും ചർമ്മത്തിനും മാത്രമല്ല, ബി.പി കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ദിവസം ഒരു 30 ഗ്രാമൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഒന്നുകിൽ വറുത്ത് കഴിക്കാം, അതല്ലെങ്കിൽ കുതിർത്ത് കഴിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ഇതിലെ പോഷകങ്ങൾ പൂർണ്ണമായിട്ടും ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. മത്തങ്ങ നമ്മൾ കറി വെച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശക്തി തന്നെ കൂട്ടും. കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അതുപോലെ പൊട്ടാസ്യം ധാരാളം ഉണ്ട്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. മഗ്നീഷ്യവും സിങ്കും ഫാറ്റി ആസിഡും എല്ലാം കൂടി നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറി ഈ മത്തങ്ങ തന്നെയാണ്. മത്തങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ ഒരു നേരമെങ്കിലും കഴിക്കുന്നത് വഴി ബാക്ടീരിയ, വൈറസ് കൊണ്ടുള്ള രോഗബാധകളെയൊക്കെ തടയാനും അതിനെതിരെ പോരാടാനുമൊക്കെ സഹായിക്കും. മത്തങ്ങ കുരുവും മത്തങ്ങയും നമ്മൾ ആഹാരത്തിൽ മിതമായിട്ടെങ്കിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പഞ്ചസാരയുടെ അളവ്, നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു പോഷകാഹാരം തന്നെയാണിത്. പതിവായിട്ട് മത്തങ്ങ കഴിക്കുന്നത് ക്യാൻസറിൻ്റെ സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പോലും പറയുന്നുണ്ട്. ചർമ്മത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണിതെന്ന് പറഞ്ഞു. അപ്പോൾ ചർമ്മത്തിന് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. കരിവാളിപ്പ്, സൂര്യാഘാതം, മുഖക്കുരു, കറുത്ത പാട് എന്നിവയെല്ലാം അകറ്റാനായിട്ട് കഴിയുന്ന ഒരു ഔഷധം തന്നെയാണ്.
അപ്പോൾ വില കൂടിയ ഫേസ് പാക്കോ അല്ലെങ്കിൽ കൃത്രിമ വസ്തുക്കളോ ഒക്കെ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഈ മത്തങ്ങ കൊണ്ടുള്ള ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മികച്ച ഫലം തന്നെ കിട്ടും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് തലമുടിയുടെ വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഈ മത്തങ്ങ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഷാമ്പു തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മത്തങ്ങയുടെ കുരുവും അതിൻ്റെ തൊലിയും ഒക്കെ കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കണം. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു പേസ്റ്റ് 10 മിനിറ്റ് ഒന്ന് മുഖത്തിട്ട് മസാജ് ചെയ്യുക. മുഖത്തെ മൃതകോശങ്ങളൊക്കെ നീങ്ങി തിളങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും. വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ്, സൂര്യാഘാതം, അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാട്, മുഖക്കുരു ഇതൊക്കെ കുറയുന്നതിന് വളരെ നല്ലതാണ്. മൊത്തത്തിൽ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ്. സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർ ആദ്യം കൈകളിലൊക്കെ ഒന്ന് പുരട്ടി നോക്കിയതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി മത്തങ്ങയുടെ പേസ്റ്റ് നമുക്ക് മറ്റൊരു രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മത്തങ്ങയുടെ പേസ്റ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് തേൻ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തേൻ ചേർത്ത് നമ്മുടെ മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ ചർമ്മത്തിന് നല്ല നിറവും മൃദുത്വവും ഒക്കെ കൂടുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മത്തങ്ങ പേസ്റ്റിനൊപ്പം കടലമാവോ അതല്ലെങ്കിൽ പയർപ്പൊടിയോ ഒക്കെ ചേർത്തിട്ട് 1 സ്പൂൺ വീതം ചേർത്താൽ മതി. അത് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് മതിയാകും. പിന്നീട് കഴുകി കളയാം. ഇത് ആഴ്ചയിൽ 1 തവണയെങ്കിലും ചെയ്ത് നോക്കുക. കറുത്ത പാടുകൾ കുറയ്ക്കാനും ചർമ്മത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആരോഗ്യം വീണ്ടെടുക്കുവാനും സഹായിക്കും. മത്തങ്ങ വേവിച്ചുടച്ചും പച്ചയ്ക്കും നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് അകറ്റാനും കണ്ണിന് താഴെയുള്ള കറുപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മത്തങ്ങയുടെ പേസ്റ്റും തേനും ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നീറ്റലോ പുകച്ചിലോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ചർമ്മത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്കൊരു സ്ക്രബ്ബറായിട്ടും ഈ മത്തങ്ങ പേസ്റ്റിനെ ഉപയോഗിക്കാം. അതിനായിട്ട് ഇവിടെ നമുക്ക് കാപ്പിപ്പൊടിയാണ് വേണ്ടുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയല്ല, നന്നായിട്ട് പൊടിച്ചത് നമ്മൾ വാങ്ങുന്ന കാപ്പിപ്പൊടി. അപ്പോൾ നമ്മുടെ കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ്. ശരീരത്തിലുള്ള മൃതകോശങ്ങളെ എല്ലാം അകറ്റി നല്ലൊരു തിളക്കവും മിനുസവും ഒക്കെ കിട്ടാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര മത്തങ്ങയുടെ പേസ്റ്റിൽ ചേർത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിലും കൈകളിലും ഒക്കെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ നാരങ്ങ നീരോ തൈരോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണെങ്കിൽ നാരങ്ങ ഉപയോഗിക്കരുത്. നാരങ്ങയുടെ നീറ്റൽ പലർക്കും ചർമ്മത്തിന് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അല്ലാതുള്ളവരിൽ കുറച്ച് നാരങ്ങ നീരും തേനും നമ്മുടെ മത്തങ്ങയുടെ പേസ്റ്റും കൂടി ചേർത്ത മിശ്രിതം കഴുത്തിന് ചുറ്റുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴുത്തിലെ കറുപ്പ് മാറാനായിട്ട് നല്ലൊരു പോംവഴിയാണ്. അപ്പോൾ ഈ മത്തങ്ങയിൽ ചർമ്മത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പോഷകങ്ങളുണ്ട്. ബീറ്റാ കരോട്ടിനാണ് അതിൽ പ്രധാനം. ചർമ്മത്തിലെ ചുളിവുകളെ കുറയ്ക്കും. അതുപോലെ ചർമ്മത്തിന് ദോഷകരമായിട്ടുള്ള രോഗങ്ങളെയും ചെറുത്ത് നിൽക്കും. അതുപോലെ ഈ സ്കിന്നിലുള്ള തിളക്കവും മിനുസവും ആരോഗ്യവും ഒക്കെ നിലനിർത്തുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ യാതൊരു ദോഷവും വരുത്താത്ത സ്വാഭാവികമായിട്ടുള്ള ഒരു ഫേസ് പാക്കായിട്ട് ഈ മത്തങ്ങ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലൂടെ വളരെ നല്ല മാറ്റം സ്കിന്നിന് കാണാം. ചർമ്മത്തിൽ ആ ഒരു സുഷിരങ്ങളെല്ലാം അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കുകളെല്ലാം മാറി മുഖക്കുരുക്കളെയൊക്കെ നല്ല രീതിയിൽ തടയും. പാടുകളൊക്കെ ഇല്ലാതാക്കും. വീണ്ടും മുഖക്കുരു വരുന്നത് തടയുകയും ചെയ്യും. അതുപോലെ ചർമ്മ രോഗങ്ങളൊക്കെ ഉള്ളവരിൽ, സോപ്പ് അലർജി ആയിട്ടൊക്കെ ഉള്ളവരിൽ മത്തങ്ങയുടെ ഈ പേസ്റ്റിനൊപ്പം ബദാം പൊടിച്ചതും തേനും ചേർത്ത് മസാജ് ചെയ്യുന്നത് ചർമ്മത്തിന് വളരെ നല്ലതാണ്. ഇപ്പോൾ കരപ്പൻ പോലെയുള്ള അസുഖങ്ങളൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ വരും. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്. ഇനി ഇത് ഔഷധപരമായിട്ട് പറയുകയാണെങ്കിൽ ദീപന ശക്തി കൂടുതലാണ്. മലബന്ധത്തെ അകറ്റുന്ന ഒന്നാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ നെയ്യ് ചേർത്ത് കുറുക്കിയും പായസമാക്കിയൊക്കെ കൊടുക്കാവുന്നതാണ്. അത് ശരീരത്തിൻ്റെ കരുത്തിനും പുഷ്ടിക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ കുടൽ രോഗങ്ങളൊക്കെ ഉള്ളവർ ഇത് തീർച്ചയായിട്ടും കഴിക്കേണ്ടിയിരിക്കുന്നു. ഇത് കുടലിനെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഈ മത്തങ്ങ വിഭവങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അത് വളരെ നല്ലതാണ്. ഇവരുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ അനുകൂലമാണ്. വാത, പിത്ത, കഫദോഷങ്ങളെല്ലാം അകറ്റി നിർത്തും.
ഇനി ഇത് മുടി കരുത്തോടെ വളരുന്നതിനും മുടിയുടെ ആരോഗ്യത്തിനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനുമൊക്കെ നല്ലൊരു ഷാമ്പു ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് മത്തങ്ങ പേസ്റ്റ് തന്നെയാണ് വേണ്ടുന്നത്. ഇതിനായിട്ട് 3-4 സ്പൂൺ മത്തങ്ങയുടെ പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് വെള്ളത്തിൽ ലയിച്ച് കഴിഞ്ഞ് നല്ല മഞ്ഞ നിറത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പിൽ വെച്ച് അരിച്ചെടുക്കുക. ഒരു തുണിയിലോ അരിപ്പിലോ വെച്ച് നമുക്ക് അരിച്ചെടുക്കാം. കാരണം നമ്മളിത് മുടിയിലേക്ക് പുരട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ചെറിയ പാർട്ടിക്കിൾസ് നമ്മുടെ മുടിയിൽ തങ്ങി നിൽക്കാതെ ഇരിക്കാനാണ് നന്നായിട്ട് അരിച്ചെടുക്കേണ്ടുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലൂടെ അരിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ ഷാമ്പു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ വേവിച്ചെടുത്ത് ആ ഒരു വെള്ളവും ഉപയോഗിക്കാം. ഉപ്പൊന്നും ചേർക്കാതെ മത്തങ്ങ മാത്രം വെള്ളത്തിൽ വെച്ച് വേവിച്ചതിന് ശേഷം ആ വെള്ളം കൊണ്ട് തലമുടി കഴുകിയെടുക്കാം. നന്നായിട്ട് ആറിയതിന് ശേഷം അത് തലമുടി കഴുകാനായിട്ട് ഉപയോഗിക്കാം. മുടിയുടെ കരുത്തിനും വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പച്ചയ്ക്ക് തന്നെ മത്തങ്ങ അരച്ച് അതിൻ്റെ സത്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ടിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏകദേശം ഒരു 3/4 ഗ്ലാസോളം ഉണ്ട്. ഇത് നമുക്ക് തലമുടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. അപ്പോൾ ഇത് തലയോട്ടി ഉൾപ്പെടെ നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇതിൽ ഒരുപാട് പൊടിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ തലമുടിയിൽ ഒരുപാട് അഴുക്കൊന്നും ആവുകയില്ല. പിന്നീട് നമുക്ക് കഴുകി കളയുകയും ചെയ്യാം. കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുള്ളവർ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അങ്ങനെയാണെങ്കിലും തലമുടിക്ക് നല്ലതാണ്. മുടിക്കൊരു സിൽക്ക് എഫക്റ്റ് വരികയും ചെയ്യും. അപ്പോൾ ഇത് ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നമുക്ക് തലമുടിയിൽ പുരട്ടി കഴുകിക്കളയാം. ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.